മമ്മൂക്ക ഒഴിവാക്കി കുറച്ച് സിനിമകളെ കുറിച്ചാണ് ഞാനിവിടെ സംസാരിക്കുന്നത്. നമുക്ക് തന്നെ വിഷമം തോന്നും, എന്തൊരു മണ്ടത്തര ചെയ്തത്. ഒന്ന് പറയുകയാണെങ്കിൽ വനപ്രസ്ഥം, അത് മമ്മൂക്ക ചെയ്തിട്ടുണ്ടെങ്കിൽ തകർത്തേനെ, മോഹൻലാലിനെക്കാട്ടും മുകളിലായി പോയി. പക്ഷെ എന്ത് ചെയ്യണം, വേറെ ഏതോ ഒരു സിനിമയുടെ ഡേറ്റ് ഇഷ്ടമുള്ള കാരണം അത് അഭിനയിക്കാൻ പറ്റില്ല. അതേപോലെ തന്നെ ചെങ്കോലും കിരീടം, ഇതും മമ്മൂക്ക അഭിനയിക്കേണ്ട സിനിമയാണ്. എന്തോ ഒരു കാരണത്താൽ ആ സ്ക്രിപ്റ്റ് ഒഴിവാക്കി. അതും മമ്മൂക്ക ചെയ്ത കണ്ണീർപ്പൂവിലെ കവിളി തലോടി അറിയുന്ന സീനൊക്കെ മമ്മൂക്ക ചെയ്താൽ നമുക്ക് ചങ്ക് തടങ്ങി. മോഹൻലാലിനെക്കാട്ടും മുകളിലാണ്. അതുപോലെ തന്നെ രാജാവിന്റെ മകൻ, ഇത് മമ്മൂക്കയ്ക്ക് വേണ്ടി എഴുതിയ സ്ക്രിപ്റ്റ് ആയിരുന്നു. അത് മോഹൻലാലിലേക്ക് പോയി. മമ്മൂക്കയ്ക്ക് വേറെ ഏതോ ഷൂട്ടിംഗ് ഉള്ളതുകൊണ്ട് അതും പറ്റിയില്ല. അതേപോലെ തന്നെ ദൃശ്യം മമ്മൂക്ക ചെയ്യേണ്ട സിനിമയായിരുന്നു. അതും വേറെ ഏതോ ലക്കീത ഭാസ്കർ പറഞ്ഞ സിനിമ ചെയ്തപ്പോൾ അങ്ങനെയുള്ള ഷൂട്ടിൻ്റെതായതുകൊണ്ട് അതും ചെയ്യാൻ പറ്റില്ല, അതും ഒഴിവാക്കി. അതേപോലെ തന്നെ ജോർജ് കുഴപ്പമില്ല, പക്ഷെ എന്നാൽ മമ്മൂക്ക ചെയ്തില്ല വേറെ ലെവൽ. അതേപോലെ തന്നെ പേട്ടൻ കൊളാക്കിയ സിനിമ, അത് മമ്മൂക്ക ചെയ്ത സിനിമയായിരുന്നു. രാക്ഷസരാജാവിന്റെ ലുക്കായിരുന്നു പുള്ളിക്ക് കൊടുത്തത് ആദ്യം, പക്ഷെ പുള്ളിക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷെ മമ്മൂക്ക ചെയ്തിട്ട് ആ മാസം അടി സത്യാന്നൊക്കെ പറഞ്ഞു രക്ഷയില്ല, ദിലീപേട്ടന്റെ മുകളിലായി പോയി. എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം മമ്മൂക്ക ഇനിയെങ്കിലും നിങ്ങളൊന്ന് ഇതാക്കി, നിങ്ങൾ ചെയ്യേണ്ട ഇത്രയും സിനിമകൾ ഇന്ന് മോഹൻലാൽ നിലനിൽക്കുന്നത്, മോഹൻലാലിന്റെ ഫാൻസ് ഉണ്ടാകുന്ന ഒരേ ഒരാളും മമ്മൂക്ക കാരണം. അത് മനസ്സിലായി. അതിന്റെ ദയ വേണം ലാലേട്ടൻ ഫാൻസിനോട് എനിക്ക് പറയാനുള്ളൂ. മമ്മൂക്ക കാരണം ലാലേട്ടൻ 100-150 അറിയാം സൂപ്പർ സ്റ്റാർ ആയത്, കംപ്ലീറ്റ് ആക്ടർ, അല്ലെങ്കിൽ ഒരേ ഒരു കംപ്ലീറ്റ് ആക്ടർ മെഗാസ്റ്റാറും മലയാളത്തിന്റെ ഒരു അഭിനയം നടനും മമ്മൂക്ക മാത്രമേ ഉള്ളൂ. മോഹൻലാൽ അതിന്റെ ഒരു ഭാഗമാണ്. വേറെ എന്താ പറയാ, മമ്മൂക്ക ഇനി ശ്രദ്ധിക്കും. അല്ല സതയൊക്കെ